Good morning, friends. നമുക്ക് ഇന്റഗ്രേഷനെ കുറിച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ 0 to pi by 2 log cos x by sin x dx. 5 ഓപ്ഷൻ വന്നിട്ട് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കണം. ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. ആ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കും. അതിലെ പ്രോപ്പർട്ടീസ് ഇതാണ്. ഇന്റഗ്രൽ 0 to a f of x dx is equal to integral 0 to a f of a minus x dx. Definite integral property ആണ്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ let I is equal to integral 0 to pi by 2 log cos x by sin x എങ്ങനെ എഴുതാം? log cot x. ഇനി ആൾസോ I is equal to ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നമുക്ക് കൈ എഴുതാം. പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഇന്റഗ്രൽ 0 to pi by 2 then log cot x dx. ഈ x റീപ്ലേസ്ഡ് ബൈ a minus x. ഇവിടെ a എന്താണ്? pi by 2 ആണ്. അപ്പോ cot pi by 2 minus x. cos 90 minus theta എന്താണ്? tan theta. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? log tan x dx. When we apply the property of definite integral, we get another I is equal to 0 to pi by 2 log tan x dx. tan x വന്ന എങ്ങനെയാ? cot x ലെ x ന് പകരം pi by 2 minus x ന് log cot pi by 2 minus x. cot pi by 2 minus x എന്ന് പറഞ്ഞാൽ എന്താണ്? tan x ആണ്. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ I കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2i കിട്ടും. ആ 2i യുടെ ആൻസർ എന്താണ്? 0 to pi by 2 log cot x plus log tan x. That is equal to 2i is equal to integral 0 to pi by 2 log a plus log b. log a plus log b എന്താണ്? log ab ആണ്. Therefore log cot x into tan x, that is integral 0 to pi by 2 log cot x into tan x. cot x into tan x എന്ന് പറഞ്ഞാൽ എന്താണ്? cot x by cot x, that is log 1. log 1 എന്താണ്? 0 to pi by 2 0. Therefore answer എന്താണ്? 0. Therefore I is equal to എന്താണ്? Answer 0. Option E is the correct answer. Option E ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Option E is the correct answer. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ചു. എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ പ്രോപ്പർട്ടി? ഇന്റഗ്രൽ 0 to a f of x dx is equal to integral 0 to a f of a minus x dx. ഇവിടെ a എന്താണ്? pi by 2 ആണ്. അപ്പൊ cot x എന്നുള്ളതില് x ന് പകരം നമ്മൾ pi by 2 minus x കൊടുക്കുമ്പോൾ cot pi by 2 minus x എന്തായിട്ട് മാറും? log tan x ആയിട്ട്. അതിനുശേഷം ഈ രണ്ട് ഐയും കൂട്ടിക്കഴിയുമ്പോൾ log cot x plus log tan x. log a plus log b എന്താണ്? log ab ആണ്. log ab cot x into tan x കട്ട് ചെയ്ത് കഴിയുമ്പോൾ log 1 വരും. log 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ ആൻസർ വിൽ ബി 0. ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം. അടുത്ത പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം. The value of integral. Second problem. The value of integral. Value of the integral. Integral 0 to 1. X cubed divided by 1 plus x cubed dx. 1 plus x raised to 8 dx is equal to. The options ഏതൊക്കെയാണ്? ഓപ്ഷൻ എ
pi by 8. Option B എന്താണ്? Pi by 4. Option C എന്താണ്? Pi by 16. Option D എന്താണ്? Pi by 6. Option E pi by 4. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Integral value of the integral 0 to 1 x cube by 1 plus x raised to 8 dx. നമുക്കറിയാം ഇന്റഗ്രേഷൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ഇന്റഗ്രേഷൻ ചെയ്യും. അങ്ങനെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാത്ത അവസരങ്ങളിൽ നമ്മൾ പല മെത്തേഡുകൾ അപ്ലൈ ചെയ്യും. നമുക്ക് പല മെത്തേഡുകൾ അറിയാം. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ x raised to 4 എന്നുള്ളത് t ന് കൊടുക്കും. x raised to 4 ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 4x cube dx dt എന്ന് വരും. അപ്പൊ x cube dx സമയത്ത് വരും 1/4 dt എന്ന് വരും. തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇന്റഗ്രൽ x cube dx ന് പകരം കൊടുക്കാം 1/4 dt divided by 1 plus x raised to 8 എന്നുള്ളത് എന്താണ്? x raised to 4 the whole square. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? t square എഴുതാം. 1/4 1/1 plus t square. One integration of 1/1 plus t square എന്താണ്? tan inverse t ആണ്. കാരണം d by dx of tan inverse x എന്താണ്? 1/1 plus x square ആണ്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 1/1 plus x square എന്തായിരിക്കും? tan inverse x ആണ്. ഇവിടെ t ആയതിന്റെ പേരിൽ tan inverse t. tan inverse t. ഇനി നമ്മുടെ ലിമിറ്റ് നമ്മൾ എക്സിൽ നിന്ന് ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുതിയ ലിമിറ്റ് വരും. എക്സിന് 0 വരുമ്പോ ടിക്ക് എന്താണ്? ടിക്ക് 0. എക്സിന് 1 വരുമ്പോ ടിക്ക് എന്താണ്? ടിക്ക് കിട്ടുന്നത് 5/4. അല്ല, എക്സിന് 1 വരുമ്പോ 1 raised to 4 that is equal to x is equal to 0 വരുമ്പോ t equal to 0 വരും. x is equal to 1 വരുമ്പോഴും t is equal to എത്ര കിട്ടണേ? t is equal to 1 തന്നെയാണ്. അപ്പോ x is equal to 0 വരുമ്പോ t യുടെ വാല്യൂ 0 വരുന്നു. x is equal to 1 വരുമ്പോ t യുടെ വാല്യൂ 1 വരുന്നു. പുതിയ ലിമിറ്റ് ഏതാണ്? ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 0. അപ്പർ ലിമിറ്റ് 1. ലിമിറ്റ് ചേഞ്ച് ഇല്ല. ലോവർ ലിമിറ്റ് 0 ആൻഡ് അപ്പർ ലിമിറ്റ് 1. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/4 into tan inverse 1. tan inverse 1 എത്രയാണ്? tan inverse 1 എന്ന് പറഞ്ഞാൽ 5/4 ആണ്. 5/4. tan inverse 0 എത്രയാണ്? 0. ഗുണിച്ച് നമുക്ക് എന്ത് വരും? 5/16. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D is the ഓപ്ഷൻ C is the correct answer. ഓപ്ഷൻ C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 5/16 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 5/16. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏതാണ്? x raised to 4 t എന്ന് കൊടുത്തു. x raised to 4 t ആവുമ്പോ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4x cube dx is equal to dt. അപ്പൊ x cube dx എന്താണ്? 1/4 dt. ഇവിടെ x cube dx ന് പകരം നമ്മൾ 1/dt എന്ന് കൊടുത്തു. 1/4 dt എന്ന് കൊടുത്തു. താഴെ 1 plus x raised to 8. x raised to 8 എങ്ങനെ എഴുതാം? x square x raised to 4 the whole square. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് t square കിട്ടും. 1 plus t square. 1/1 plus t square ഇന്റഗ്രേഷൻ എന്താണ്? tan inverse t ആണ്. ലിമിറ്റ് t യുടെ ലിമിറ്റ് എന്താണ്? x ന് 0 വരുമ്പോൾ t ക്ക് 0, x ന് 1 വരുമ്പോൾ t ക്ക് 1. ലിമിറ്റ് സെയിം തന്നെ. 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. tan inverse 1. tan inverse 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/4 ആണ്. tan inverse 0 എത്രയാണ്? 0 ആണ്. അപ്പോൾ 1/4 into 5/4 ആൻസർ will be 5/16. ആൻസർ എന്ത് കിട്ടി നമുക്ക്? 5/16. ഓപ്ഷൻ C is the correct answer. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ next question. Question number 3. Integral root of 1 plus cos x dx. This answer. Option A 2 sin x by 2 plus c. B root 2 into sin x by 2
plus C. Option C. 1/2 into sin x by 2 plus C. Root 2 by 2 sin x by 2 plus C. Root 2 sin x by 2 plus. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. റൂട്ട് ഓഫ് 1 plus sin x. ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 plus cos x. എന്റെ ആൻസർ എത്രയാണ്? 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മള് റൂട്ട് ഓഫ് 1 plus cos x നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പൊ സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പല മെത്തേഡുകൾ നമുക്കറിയാം. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി. അതായത് 1 plus cos x എന്നുള്ളതാണ് 1 plus cos x എന്നുള്ളത് 2 cos square x by 2. അങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 plus cos x എന്ന് പറഞ്ഞാൽ 2 cos square x by 2. ആ ഫോർമുല ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 plus cos x dx എന്നുള്ളത് എഴുതാം. ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 plus cos x ആണ് റൂട്ട് ഓഫ് 2 cos square x by 2 dx. 2 കൊടുത്തിട്ട് റൂട്ട് 2 into ഇന്റഗ്രൽ cos x by 2 dx. റൂട്ട് 2 നമ്മൾ പുറത്തെഴുതി. റൂട്ട് ഓഫ് cos square x by 2 എന്നുള്ളത് cos x by 2 dx. ഇനി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് 2 into cos x by 2 ഇന്റഗ്രേഷൻ എന്താണ്? sin x by 2 divided by 1/2. x ന്റെ കോഎഫിഷ്യന്റ് താഴെ എഴുതുന്നു. That is equal to 2 root 2 sin x by 2 plus c. ഈ ഒരു ഓപ്ഷൻ ഉള്ളതെങ്കിൽ 2 root 2 into sin x by 2 plus c. ഓപ്ഷൻ E is the correct answer. ഓപ്ഷൻ E ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 2 root 2 sin x by 2 plus c. ഓപ്ഷൻ E is the correct answer. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് ഏതാണ്? 1 plus cos x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus cos x എന്ന് പറഞ്ഞാൽ ഫോർമുല 2 cos square x by 2 ആണ്. അപ്പൊ ആ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അറിയാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ, അല്ലെ? 1 plus cos x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 cos square x by 2. ആ ഫോർമുല അവിടെ കൊടുത്ത് അതിനെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാം. cos x by 2 ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? sin x by 2 ആണ്. x ന്റെ കോഎഫിഷ്യന്റ് 1/2 നമ്മൾ താഴെ എഴുതുന്നു. ആ 2 മുകളിലോട്ട് കയറുന്നു. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 2 root 2 sin x by 2 plus c. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കുക. ഇങ്ങനത്തെ ധാരാളം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പരീക്ഷ എൻട്രൻസ് എക്സാം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ എഴുതാം കേട്ടോ.